KSRTCയുമായുള്ള പ്രശ്നത്തിന് ശേഷം നമ്മുടെ തിരുവനന്തപുരം മേയറുടെ ലെവല് വേറൊരു ഇതിനകത്തേക്ക് മാറിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം മേയർക്ക് എയറിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. കാരണം ആദ്യം KSRTC ഇഷ്യൂ ആയി, പിന്നെ അവരുടെ മീറ്റിംഗ് കൂടുന്നതിലുള്ള ഭയങ്കര സംഭവങ്ങളും മേയർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതും അങ്ങനത്തെ കുറേ വീഡിയോസ് ഇറങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴയാണ്. മേയറിനെ മഴ കൊന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുമ്പോഴത്തേനും തിരുവനന്തപുരം നഗരങ്ങളിൽ വെള്ളം കയറുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല. റിപ്പോർട്ടർമാർ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേനും പ്രതികരിക്കാനില്ല എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഷ്ടം തോന്നും കേട്ടോ. ഭയങ്കര നമുക്കൊരു സഹതാപം തോന്നും ആ മേയറിനോട്. എന്താണ് ഒരു മേയർ ഇങ്ങനെ പെരുമാറുന്നത്? അതായത് അവിടുത്തെ കുറച്ച് ജനങ്ങളോട് മാത്രം പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല ഇതെന്ന് ആദ്യം മനസ്സിലാക്കുക. പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റണ്ടേ? വീഡിയോ ഒന്ന് കാണിച്ചു തരാം. സംസ്ഥാനത്ത് വ്യാപക മഴയാണ്, മഴക്കെടുതിയുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ടുണ്ടായി. തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും മരങ്ങൾ വീണ് വൈദ്യുതി തടസ്സപ്പെട്ടു. ആ റോഡിൽ രാവിലെ മുതൽ തന്നെ ഇന്നലെ മുതൽ തന്നെ അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ടോ? മഴ തുടരുന്നുണ്ടോ ഷഫീർ? അശ്മി, തിരുവനന്തപുരം നഗരത്തിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്തൊരു വെള്ളക്കെട്ടിനാണ് ചാലയടക്കം സാക്ഷ്യം വഹിച്ചതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തിരുവനന്തപുരം മേയർ വലിയ വ്യാപക വിമർശനം, ആക്ഷേപം, ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിൽ മേയർ ആര്യ രാജേന്ദ്രൻ സന്ദർശനം നടത്തുകയാണ്. മേയർ എത്തിയിട്ടില്ല, മേയർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു വലിയ പരാതി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, കച്ചവടക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെ ചാലയിലെ ഒരു ഭാഗത്തേക്ക് എത്തി. ഇപ്പോഴും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല മേയർ പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയുകയുമില്ല. കാരണം വലിയ പ്രതിഷേധങ്ങൾക്ക് അത് വഴിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ രാമചന്ദ്ര അടക്കമുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളുള്ള സ്ഥലങ്ങൾക്ക് ഫ്രണ്ടിലെ സ്ഥലത്താണ് ഇപ്പോൾ മേയർ ഈ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത്. എന്താണ് സംഭവം എന്നടക്കമുള്ള കാര്യങ്ങൾ മേയർ അവരോട് തേടുകയാണ്. പക്ഷേ ഇതിന് തൊട്ടപ്പുറത്തേക്ക് കുത്തുവാൾ സ്ട്രീറ്റും അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുമാണ് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി ഉണ്ടായ മഴയുടെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ വെള്ളം കയറി. വെള്ളം കയറിയത് മാത്രമല്ല അശ്മി, ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഈ സാധാരണ മനുഷ്യർ, അതായത് ഈ ചാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കമ്പോളമാണ്. അവിടേക്ക് സാധനം വാങ്ങാൻ എത്തുന്നത് സാധാരണക്കാരാണ്. ഈ ഹോൾസെയിലായിട്ട് സാധനം വാങ്ങാൻ എത്തുന്ന ചെറുകിട കച്ചവടക്കാരാണ്. ഇവരെ അടക്കം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടുള്ള ആ ഒരു വെള്ളക്കെട്ട് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് ചാല ഭാഗത്തുണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം വ്യാപകമായി ആളുകൾ ഈ വെള്ളക്കെട്ടിലേക്ക് വീഴുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ദൃശ്യങ്ങളിലടക്കം നമ്മളത് വ്യാപകമായി കണ്ടതാണ്. എന്താണ് അതിന് പോംവഴി എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും നഗരസഭ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തത് നമ്മൾ കണ്ടില്ല. ആളുകൾ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മളുടെ ലൈവിൽ തന്നെ ഏതാണ്ട് ഒരു 4ഓളം ആളുകൾ, സാധനം വാങ്ങാൻ എത്തിയ പ്രായമുള്ള 4ഓളം ആളുകൾ ഈ റോഡിന്റെ 2 വശത്തും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഓടക്കടക്കം കുഴിയെടുത്തിരുന്നു. ആ സ്ലാബുകളടക്കം പലതും മൂടിയിട്ടില്ല. അവിടേക്ക് ഇങ്ങനെ ആളുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നിത്യ കാഴ്ചയായി കാണുന്നത്. തലസ്ഥാന നഗരത്തിലൊട്ടും സ്വാഭാവികമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സ്മാർട്ട് സിറ്റി എന്ന പേരിട്ടാണ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. മഴക്കാലത്തിന് മുൻപ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്, വാക്ക് നൽകിയതാണ്. പക്ഷേ എങ്ങുമെങ്ങും എത്തിയില്ല. ആളുകൾ ദുരിതക്കയത്തിലാണ്, ആളുകൾ വെള്ളക്കെട്ടിലാണ്. സമാനതകളില്ലാത്ത ദുരിതവും ദുഃഖവും തിരുവനന്തപുരം നഗരത്തിലെ പ്രദേശവാസികൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ഈ ഘട്ടത്തിൽ മേയർ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മേയറുടെ ആ സമീപനം എന്ന് നമുക്കറിയില്ല. മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തൽക്കാലം വരുന്നില്ല എന്നുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ പ്രതികരണത്തിന് ശ്രമിക്കും. കാരണം എന്താണ് ഇക്കാര്യത്തിൽ മേയർക്ക് പറയാനുള്ള മറുപടി എന്നറിയണം. കാരണം ഇവിടെ വന്ന് ഏതെങ്കിലും തരത്തിൽ കുറച്ച് ആളുകളോട് മാത്രം സംസാരിച്ചിട്ട് പോകുന്നതല്ല മേയർ എന്നുള്ളതാണ് സ്വാഭാവികമായി നമുക്ക് പറയാനുള്ളൊരു കാര്യം. ഏതായാലും നമുക്ക് ആ പ്രതികരണത്തിലേക്ക് കൂടി, മേയറുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ നമുക്ക് അവർക്ക് സമ്മതമാണെങ്കിൽ തേടാം, അതല്ലെങ്കിൽ അവർ സംസാരിക്കില്ല എന്നുള്ള നിലപാടായിരിക്കും എടുക്കുക. മേയറെ പ്രതികരിക്കാനുണ്ടോ? അല്ല, ജസ്റ്റ് എന്താണ് ഈ വിഷയം? ആളുകൾ അല്ല മേയറെ നമ്മൾ ഈ പരിഹാരം ഉടനെ കാണോ? മേയറെ അശ്മി, ഇതാണ് മേയറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. അതായത് ഇപ്പോൾ സംസാരിക്കാനില്ല എന്ന് അവർ പറയുന്നു. അത് തന്നെ അത്യന്തം നാണക്കേടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായ ആളുകൾ ഇങ്ങനെ ദുരിതത്തിലാകുമ്പോൾ തലസ്ഥാന ജില്ലയിലെ മേയർ അവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് നാണക്കേടുണ്ടാക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം ഇതിനു മുൻപ് മേയറുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ മാറ്റി നിർത്തിയാൽ പോലും ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാം. നമ്മൾ കണ്ടതാണ്, നമ്മൾ മൈക്ക് നീട്ടിയപ്പോൾ അവർ സംസാരിക്കാനില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ മേയർക്ക് മറുപടിയില്ല. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിൽ മേയർക്ക് മറുപടിയില്ല എന്നുള്ള കാര്യം
ഉറപ്പിക്കുകയാണ് ലക്ഷ്മി. അപ്പൊ അതിനകത്ത് ആ റിപ്പോർട്ടർക്ക് ആദ്യമേ അറിയായിരുന്നു ചേട്ടാ, മേയർ ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്നും സംസാരിക്കില്ല, അല്ലെങ്കിൽ ഇതിനെ പ്രതികരിക്കാനായിട്ട് മേയർ തയ്യാറാകില്ല എന്നുള്ളൊരു വസ്തുത പുള്ളിക്ക് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ പുള്ളി ആദ്യം ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ടാണ് പുള്ളി വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട്, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുമോ എന്നറിയില്ല, എന്താണെങ്കിലും ചോദിച്ചു നോക്കാം. അപ്പോൾ ചോദിച്ചപ്പം പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞ്. പക്ഷെ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പം ഇതിനൊന്നും ഇതിനോടൊന്നും പ്രതികരിക്കാതിരുന്നിട്ട് എന്താണ് പ്രത്യേകിച്ച് ഗുണം? ഇനി പ്രതികരിച്ചാലും പുള്ളിക്കാരത്തേക്ക് ഒന്നും പറയാനില്ല, ശരിയാക്കാം, പരിഗണനയിലുണ്ട്, നടപ്പിലാക്കാം എന്നൊക്കെ പറയും. ഇത് കുറേ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തലസ്ഥാന നഗരി വെള്ളത്തിനടിയിൽപ്പെടുന്ന അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അത് നന്നാക്കാൻ എപ്പോഴും എല്ലാ സമയവും അവിടെയുള്ള മന്ത്രിമാർ, MLA മാർ, മേയറിനെയാണ് എടുത്തു പറയേണ്ടത്. നഗര പിതാവ്, ഇത് നഗര മാതാവാണ്. അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം. ഭയങ്കര അവസ്ഥയാണ് കേട്ടോ. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയാണ് കഷ്ടപ്പാട്. ഇവർ ഇത്രയും പേരെ ഇവർക്കൊക്കെ വോട്ട് ചെയ്ത് തങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് വിചാരിച്ച് ഇവരെയൊക്കെ സീറ്റിൽ കയറ്റി അധികാരത്തിൽ കയറ്റി ഇരുത്തിയിട്ടും ഇതിനെ ഒരു പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ല. യുവത്വമാണ്, യുവത്വ ചോരയാണ്, തിളയ്ക്കുന്ന ചോരയാണ്. തിരുവനന്തപുരം നഗരത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേര് വേറെ ഒന്നാണ്, അത് ഞാൻ വിളിക്കുന്നില്ല. എന്നാണെങ്കിലും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതൊരു മാധ്യമങ്ങളോടും പ്രതികരിക്കുന്നില്ല. പക്ഷെ അതേസമയം KSRTCൻ്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് കള്ളത്തരമാണ് പറഞ്ഞതെങ്കിൽ പോലും എല്ലാവരോടും അതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ പിന്നീട് അതൊക്കെ കള്ളത്തരമാണെന്ന് അറിഞ്ഞു. ചിലപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇതിനൊന്നും പ്രതികരിക്കാതിരിക്കുന്നത്. എത്ര നാൾ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കും അതറിയില്ല. ഇവരുടെ അധികാരങ്ങളിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ്. അവർക്ക് തിരിച്ചടി കിട്ടുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും പ്രതികരിക്കില്ല. ഇതാണ് ജനാധിപത്യം.